തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അദ്ദേഹം മുൻപ് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുക. പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊരു 10 മിനിറ്റ് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, സങ്കീർണമായ നിയമപ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ ഒരു സമയം കണ്ടെത്താത്തതാണോ, ഒത്തൊരുമിച്ച് നീങ്ങാത്തതാണോ ഇതിന്റെ പ്രശ്നം? 10 മിനിറ്റ് ഇരിക്കുന്നോ 20 മിനിറ്റ് ഇരിക്കുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. എത്ര മിനിറ്റ് ഇരുന്നാലും ഈ പ്രശ്നം തീർത്തെടുക്കണം. ആ പ്രശ്നം തീർക്കാൻ വേണ്ടി 10 മിനിറ്റ് ഇരുന്നാൽ മതിയെങ്കിൽ 10 മിനിറ്റ് ഇരിക്കുക. അഥവാ 10 മിനിറ്റ് ഇരുന്ന് തീരുന്ന തക്ക വിധത്തിലുള്ള പ്രതിസന്ധിയേക്കാൾ ഉപരി ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിൽ 10 മിനിറ്റ് ചർച്ച കൊണ്ട് തീർക്കാമെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സുചിന്തിതമായ പഠനങ്ങളും അതുപോലെ നിലപാടുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് ശരിയായ ചർച്ചകളിലൂടെ പഠനങ്ങളിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. മന്ത്രി പി രാജീവ് പറഞ്ഞത് സെക്ഷൻ ഹൈക്കോടതി പറഞ്ഞു നിലനിൽക്കില്ല. അതിനെക്കുറിച്ച് തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. സാമാന്യനീതിയുടെ ലംഘനം ഈ വഖഫ് അവകാശവാദങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ഈ ജനം പറയുന്ന കാര്യങ്ങള് നിയമപരമായി സാധുതയുള്ളതാണ് എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ് ഇന്നലത്തെ കോടതിയുടെ പരാമർശം എന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഈ കഷ്ടത അനുഭവിക്കുന്ന, അനീതി അനുഭവിക്കുന്ന ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന നീതിയുടെ വിജയത്തിന്റെ ഒരു നാന്ദിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാവേ ഈ വഖഫ് ഈ പ്രശ്നം രാഷ്ട്രീയ പരിഹാരം ഇതിനില്ല, ഇതിന് നിയമപരമായ പരിഹാരമാണ് വേണ്ടതെന്നാണ് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ, പലരും ആവശ്യപ്പെടുന്നത് പോലെ ഒരു വഖഫ് നിയമ ഭേദഗതി ബില്ല് ആവശ്യമായിട്ട് വരികയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് തീർച്ചയായും മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കകൾ പരിഹരിക്കണം. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായാന്തരങ്ങളില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ സാമാന്യ നീതിക്ക് നിരക്കാത്തതും നീതിയുടെ പ്രത്യക്ഷ ലംഘനവുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് ഞങ്ങൾ വിചാരിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് മന്ത്രിയുടെ നിലപാടിനെയും പ്രതികരണത്തെയും എങ്ങനെ കാണുന്നു? വഖഫ് മന്ത്രി അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹത്തെ ആ രീതിയിൽ കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ സാമാന്യ ജനതയുടെ ദുഃഖകരമായ അവസ്ഥയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങളെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനെയും വർഗീയമായ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉണർത്താനിടവന്നു. അതുവരെയും ഇതൊരു മതവിഷയമായിട്ടല്ല, ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണകൾ പരത്തിയെങ്കിലും പൊതുസമൂഹം ഇപ്പോഴും ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ ന്യായമായ നിലവിളിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ആ രീതിയിൽ പറയിപ്പിച്ചതോ ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം സ്നേഹത്തോടെ ഓർപ്പിക്കും. ഒരു കാര്യം കൂടി, ഈ വയനാട്ടിലെ തവിഞ്ഞാലും അതോടൊപ്പം തന്നെ ചാവക്കാടും അടക്കം ഇപ്പോൾ നോട്ടീസ് നൽകുന്നുണ്ട്. ഇവിടെ സമരം തുടരുമ്പോൾ തന്നെയാണ് അവിടെ. യെസ്, എന്തായാലും മാർ ജോസഫ് പാംബ്ലാനി അദ്ദേഹം നേരത്തെ തന്നെ മുനമ്പം സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തുകയും സർക്കാർ കുറച്ചുകൂടി നീതിപൂർവമായി മുനമ്പത്തെ സമരക്കാർക്ക് വേണ്ടി ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതേസമയം വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി ഇപ്പോൾ